Hello all, this is part 2 of the video lecture on the chapter The Banking Concept of Education written by Paulo Freire. And in the last class we discussed what banking concept of education is. Education has nowadays become like depositing money in a bank. നമ്മൾ ബാങ്കിൽ പോയി പൈസ ഇടുന്നത് പോലെയായി ഇപ്പോൾ നോളജ് എക്സ്ചേഞ്ച് ഇല്ല. നോളജ് ടീച്ചേഴ്സ് സ്റ്റുഡൻസിന് കൈമാറുന്നു, സ്റ്റുഡൻസ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അത് മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. സോ ആ ഒരു പ്രോസസ്സിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ദ ബാങ്കിങ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ വന്നത്. ഓക്കെ, സോ ലെറ്റ് us കണ്ടിന്യൂ. In the banking concept of education, knowledge is a gift bestowed by those who consider themselves knowledgeable upon those who they consider to know nothing. അതായത് ഇവിടെ ടീച്ചേഴ്സ് കൺസിഡർ ദംസെൽസ് നോളജബിൾ, ഒരുപാട് നോളജുള്ള ആളുകളാണ് എന്ന് സ്വയം വിചാരിക്കുന്നു. അവരുടെ കയ്യിലുള്ള നോളജ് തീരെയില്ല എന്ന് വിചാരിക്കുന്ന സ്റ്റുഡൻസിന് പകർന്നു കൊടുക്കുന്നു. ഇറ്റ് ഈസ് ജസ്റ്റ് ഒരു എന്താ പറയുക, ഗിവിങ് പോളിസി. ഓക്കെ, teachers assume that they are very knowledgeable and they also assume that students have no knowledge at all. ഒരു തരത്തിലുള്ള നോളജും ഇല്ല എന്നുള്ള ഒരു ഐഡിയയിലാണ് ടീച്ചിങ് പ്രോഗ്രസ് ചെയ്യുന്നത്. Projecting an absolute ignorance onto others, a characteristic of the ideology of oppression, negates education and knowledge as a process of inquiry. പ്രൊജക്റ്റിംഗ് ആൻ ആബ്സല്യൂട്ട് ഇഗ്നറൻസ് ഓൺ അതേഴ്സ്, അതായത് അവർക്ക് നോളജ് ഇല്ല എന്ന് ഉള്ള ആ ഒരു ഐഡിയ ആണ് ഒപ്രഷൻ്റെ ഒരു ബേസിക് ടെനറ്റ് എന്ന് പറയുന്നത്. അടിച്ചമർത്താൻ വേണ്ടി കോളനൈസേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഐഡിയ തന്നെയാണ് ഇവിടെ ടീച്ചിങ്ങിനും ഉപയോഗിക്കുന്നത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, the European powers, the British, Portuguese, French, most of the European powers had colonies in Africa, India and the Caribbean. ഇതിനെല്ലാം അവരെങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്തത്? അതായത് നമ്മൾ സിവിലൈസ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷനാണ്, നമ്മൾ എന്ന് പറയുമ്പോൾ യൂറോപ്യൻസ്. അതുകൊണ്ട് ഈ ഇന്ത്യൻസ് ആൻഡ് ആഫ്രിക്കൻസ് ആർ സാവേജസ്, അതായത് അവരെല്ലാം കാടന്മാരാണ്. കാടന്മാർ എന്ന വാക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് ശരിയല്ല. എന്നിരുന്നാലും അവരെ നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട്, ഒരു ബെറ്റർ അക്കോർഡിംഗ് ടു ദം, ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈലിലോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു കോളനൈസേഷനെ ഇവർ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അത് തന്നെയാണ് എഡ്യൂക്കേഷനിൽ നടക്കുന്നത്. സ്റ്റുഡൻസിന് ഒന്നും അറിഞ്ഞുകൂടാ, നമുക്കെല്ലാം അറിയാം. അപ്പോൾ സ്റ്റുഡൻസിന് തീരെ അറിഞ്ഞുകൂടാത്ത സ്റ്റുഡൻസിനെ നമ്മൾ വേണം എന്തെങ്കിലും പറഞ്ഞ് മുന്നോട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നോളജൊക്കെ കൊടുത്ത് മുന്നോട്ട് നയിക്കേണ്ടത് നമ്മളുടെ ജോലിയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതുന്നത് മാത്രം. അല്ലാതെ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടാനുണ്ട് എന്നുള്ള ഒരു വിചാരം ടീച്ചേഴ്സിനില്ല. സോ what teachers do is they project ignorance onto others. Okay, they project ignorance to students. Students ignorant ആണ് എന്നുള്ളത് സ്ഥാപിക്കുക. And that negates education. That എന്താ പറയുക, അവിടെ cancels education and knowledge as a process of inquiry. അവിടെ ഒരു exchange of knowledge ഇല്ല. There is no questioning, there is no inquiry. ഒരു ക്യൂരിയോസിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല. ക്യൂരിയോസിറ്റി ഇല്ലാത്തിടത്ത് നോളജ് ഉണ്ടാവുന്നില്ല. യു ആർ ജസ്റ്റ് പാസിങ് ഓൺ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ, അത്രയേ ഉള്ളൂ. ദ ടീച്ചർ പ്രസൻറ്റ്സ് ഹിംസെൽഫ് ടു ഹിസ് സ്റ്റുഡൻസ് ആസ് ദെയർ നെസസറി ഓപ്പോസിറ്റ്. ബൈ കൺസിഡറിങ് ദെയർ ഇഗ്നറൻസ് ആബ്സല്യൂട്ട്, ഹി ജസ്റ്റിഫൈസ് ഹിസ് ഓൺ എക്സിസ്റ്റൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണോ കോളനൈസേഴ്സ് അടിച്ചമർത്തൽ, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ രാജ്യത്ത് ചെന്ന് അവരെ കോളനൈസ് ചെയ്യുന്നതിനെ അവരെങ്ങനെയാണ് ന്യായീകരിച്ചത്, അത് തന്നെയാണ് എഡ്യൂക്കേഷനിലും നടക്കുന്നത്. ദ ടീച്ചർ പ്രസൻറ്റ്സ് ഹിംസെൽഫ് ടു സ്റ്റുഡൻസ് ആസ് ദെയർ നെസസറി ഓപ്പോസിറ്റ്. അതായത്
students are ignorant. Okay, ignorance in the opposite, knowledgeable. Okay, knowledgeable and ignorant. സോ ഇഗ്നറൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് നോളജബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് വേണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയോ സ്റ്റുഡൻസിന് കൊടുക്കാനുണ്ട്. ആ ഒരു രീതിക്ക് മാത്രമാണ് എഡ്യൂക്കേഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ്. ആൻഡ് ദി ഇഗ്നറൻസ് ഓഫ് ദ സ്റ്റുഡൻസ് ജസ്റ്റിഫൈസ് ദ ടീച്ചേഴ്സ് എക്സിസ്റ്റൻസ്. എന്തുകൊണ്ട് എൻ്റെ ആവശ്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ടീച്ചറിൻ്റെ ആവശ്യം? കാരണം സ്റ്റുഡൻസ് ഇഗ്നറൻ്റാണ്. അത് മാത്രമാണ് ന്യായം. എ ടീച്ചർ ഇസ് സപ്പോസ് ടു ബി എ സ്റ്റുഡൻറ്റ് ഓൾസോ. ടീച്ചർ ഷുഡ് ആക്ച്വലി ടേക്ക് ഷുഡ് ലേൺ തിങ്സ് ഫ്രം ദ സ്റ്റുഡൻസ് ആസ് വെൽ. അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമല്ല, ഇറ്റ് ഷുഡ് ബി ആൻ എക്സ്ചേഞ്ച്. The students are alienated like the slave in the Hegelian dialectic. They accept their ignorance as justifying the teacher's existence. So the students are alienated like the slave in the Hegelian dialectic. So എന്താണ് Hegelian dialectic? So we need to know something about Hegel. Okay, so Hegel or George Wilhelm Friedrich Hegel was a German philosopher, and in his work The Phenomenology of Spirit, there is this portion which is widely known as the master-slave dialectic. Okay, the master-slave dialectic, it is a philosophy. അതിൽ പറഞ്ഞേക്കുന്നത് ദ മാസ്റ്റർ കൺസിഡേഴ്സ് ഹിംസെൽഫ് ആസ് ദ സബ്ജക്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഹീ ഈസ് ദ സെൻറ്റർ ഓഫ് എവറിത്തിങ്. ലൈക്ക് ഹൗ ദ സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം, ദ മാസ്റ്റർ കൺസിഡേഴ്സ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ആസ് ദി സെൻറ്റർ ഓഫ് എവറിത്തിങ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ സ്ലേവ് ഈസ് കൺസിഡേർഡ് ബൈ ദ മാസ്റ്റർ ആസ് എൻ ഒബ്ജക്റ്റ്, ഒരു വസ്തു പോലെ. അതുകൊണ്ടാണ് ഇൻഹ്യൂമനായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഇൻഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ്സ് അടിമകൾ നേരിടുന്നത് അതുകൊണ്ടാണ്. ബിക്കോസ് ദേ ഡോണ്ട് കൺസിഡർ ദം ആസ് ഹ്യൂമൻസ് അറ്റ് ഓൾ. ദ മാസ്റ്റേഴ്സ് കൺസിഡർ ദ സ്ലേവ്സ് ആസ് ഒബ്ജക്ട്സ്, ഒരു വസ്തു മാതിരി, അല്ലാതെ വേറൊന്നും അല്ല, ജസ്റ്റ് ഹ്യൂമനേ അല്ല എന്നുള്ള രീതിക്ക്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ സ്ലേവ് നോസ് slave is aware of his own importance to the master. അതായത് താൻ ചെയ്യുന്ന ജോലി, താൻ അവിടെ പണിയെടുക്കുന്നത് തൻ്റെ മാസ്റ്ററിന് എത്രത്തോളം അത്യാവശ്യമാണ്. അല്ലെങ്കിൽ താനില്ല, അല്ലെങ്കിൽ സ്ലേവ്സ് ഇല്ല എങ്കിൽ മാസ്റ്റേഴ്സിന് നിലനിൽപ്പില്ല എന്നുള്ളത് സ്ലേവ്സിന് ഉത്തമ ബോധമുള്ള ഒരു കാര്യമാണ്, ഉത്തമ ബോധ്യമാണ് അത്. So they are well aware of the fact that their labor is important to the master. Okay, so ആ ഒരു തിരിച്ചറിവ് സ്ലേവ്സിന് ഉണ്ട്. ഓക്കെ, ഈ തിരിച്ചറിവ് സ്റ്റുഡൻസിന് ഇല്ല എന്നാണ് ഫ്രിയറെ പറയുന്നത്. ഓക്കെ, ഗോയിങ് ബാക്ക് ടു ദി എസ്സേ. The students are alienated like the slave in the Hegelian dialectic. ഹെഗേലിൻ്റെ ഫിലോസഫിയിൽ പറയുന്നത് പോലെ സ്ലേവ്സ് എങ്ങനെയാണോ, സ്ലേവ്സ് ആർ കൺസിഡേർഡ് ആസ് ഓബ്ജക്ട്സ്, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആർ ഓൾസോ കൺസിഡേർഡ് ആസ് ഓബ്ജക്ട്സ്. ഓക്കെ, ദേ ആർ ക്ലാസിഫൈഡ്, ഏലിയനേറ്റഡ് എന്ന് പറയുമ്പോൾ ആസ് ദി അതർ, ആസ് ദി ഓപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നതിനാണ് നമ്മൾ ഏലിയനേഷൻ എന്ന് പറയുന്നത്. സോ ദേ ആർ ഏലിയനേറ്റഡ് ലൈക്ക് ദ സ്ലേവ്. They also accept the fact that they are ignorant. Okay, സ്റ്റുഡൻസ് ടീച്ചേഴ്സിനെ കാണുന്നതും അങ്ങനെ തന്നെയാണ്. നമുക്കൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് എല്ലാം അറിയാവുന്ന ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നു, നമുക്ക് പറഞ്ഞു തരാൻ വരുന്നു. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ആവശ്യം അതാണ് എന്ന് അവർ തന്നെ സ്വയം അക്സെപ്റ്റ് ചെയ്യുന്നു. സ്ലേവ് ഓൺ ദി അതർ ഹാൻഡ് ഈസ് വെൽ അവെയർ of his importance to the master. എൻ്റെ ലേബർ എത്രത്തോളം മാസ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഒരു സ്ലേവിനറിയാം. ബട്ട് അൺലൈക്ക് ദ സ്ലേവ്, ദ സ്റ്റുഡൻസ് നെവർ ഡിസ്കവർ ദാറ്റ് ദേ എഡ്യൂക്കേറ്റ് ദ ടീച്ചർ. നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ സ്റ്റുഡൻസിന്
നോളജ് ഉണ്ട്. ആ നോളജ് എക്സ്ചേഞ്ചിലൂടെ ടീച്ചറും ഒരു ലേണറായി മാറുന്നു എന്നുള്ളത്, ടീച്ചറും എഡ്യൂക്കേറ്റഡ് ആവുന്നു, ഒരു നോളജ് എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നു എന്നുള്ള കാര്യം, ആ ഒരു അവെയർനെസ് സ്റ്റുഡൻസിന് ഇല്ല. The raison d'etre of libertarian education, on the other hand, lies in its drive towards reconciliation. Raison d'etre means, it's a French term. It means the reason for being or the reason for existence. So here we are talking about the reason for existence of libertarian education. Libertarian education എന്ന് പറയുന്നത്, libertarian education considers the teacher and the student as equals. Okay, learning is not a teacher centric process. ടീച്ചർ സെൻറ്ററിലും ടീച്ചറിനെ ചുറ്റിപ്പറ്റി ലേണിംഗ് നടക്കുന്ന ആ പ്രോസസ്സ് അല്ല ലിബർട്ടേറിയൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ലിബർട്ടേറിയൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ലിബർട്ടേറിയനിസം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്. വേർ ദേ ടോക്ക് അബൌട്ട്, വേർ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ മാക്സിമം കുറച്ചുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ലിബർട്ടേറിയൻ എഡ്യൂക്കേഷൻ. ഓക്കെ, ആവശ്യം വളരെ ചെറിയ രീതിക്ക് മാത്രം ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ലിവിങ്, ദാറ്റ് ഈസ് ലിബർട്ടേറിയനിസം. ആ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ് ലിബർട്ടേറിയനിസം. ലിബർട്ടേറിയൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ. ഹിയർ ഗവൺമെൻറ് അല്ല, ഇവിടെ ടീച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഇടപെടുന്നത് മാക്സിമം കുറച്ചുകൊണ്ടുള്ള ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനാണ് ലിബർട്ടേറിയൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ലിബർട്ടേറിയൻ എഡ്യൂക്കേഷൻ, ദ റീസൺ ഫോർ എക്സിസ്റ്റൻസ് ഓഫ് ലിബർട്ടേറിയൻ എഡ്യൂക്കേഷൻ ഇറ്റ് ലൈസ് ഇൻ ഇറ്റ്സ് ഡ്രൈവ് ടുവേർഡ്സ് റീകൺസീലിയേഷൻ. റീകൺസീലിയേഷൻ എന്ന് പറയുന്ന ഒരു ഒത്തുചേരൽ ഇൻ ദ സെൻസ്, എന്താ, ടീച്ചർ ഒരറ്റത്തും സ്റ്റുഡൻ്റ് ഒരറ്റത്തും ഓപ്പോസിറ്റ്സ് ആയിട്ട് നിൽക്കേണ്ടതല്ല. ദേ മസ്റ്റ് റീകൺസൈൽ. ദ ടീച്ചർ is also a student and the student is also a teacher. Okay, both have both actually play both the roles. Teacher സ്റ്റുഡൻറ്റിൻ്റെ റോളും സ്റ്റുഡൻറ്റ് ടീച്ചറിൻ്റെ റോളും പ്ലേ ചെയ്യുന്നു. അതാണ് ലിബർട്ടേറിയൻ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എഡ്യൂക്കേഷൻ മസ്റ്റ് ബിഗിൻ വിത്ത് ദ സൊല്യൂഷൻ ഓഫ് ദി ടീച്ചർ സ്റ്റുഡൻറ്റ് കോൺട്രഡിക്ഷൻ. ഈ ഒരു ഓപ്പോസിഷൻ, ടീച്ചർ വേറെ, ടീച്ചർ നോളജബിൾ, സ്റ്റുഡൻറ്റ് ഇഗ്നറൻറ്റ് എന്നുള്ള ആ ഒരു ഓപ്പോസിഷൻ, ആ ഒരു കോൺട്രഡിക്ഷൻ, അത് മാറുന്നിടത്താണ് എഡ്യൂക്കേഷൻ തുടങ്ങേണ്ടത്. ഓക്കെ, സോ ഇറ്റ് മസ്റ്റ് ബിഗിൻ ബൈ റീകൺസൈലിംഗ് ദ പോൾസ് ഓഫ് ദ കോൺട്രഡിക്ഷൻ. സോ ഹിയർ ദ പോൾസ് ഓഫ് ദ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു വടിയുടെ രണ്ട് അറ്റം എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നോർത്ത് പോളും സൗത്ത് പോളും, എർത്തിൻ്റെ രണ്ട് അറ്റം, ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് പറയുന്നത് പോലെ ആണിപ്പോൾ ടീച്ചേഴ്സും സ്റ്റുഡൻറ്റും. ഓക്കെ, both of them are two poles, and because they are considered opposites, but they are acting education എന്ന് പറയുമ്പോൾ അതല്ല, ഇങ്ങനൊരു ഓപ്പോസിഷൻ അല്ല അവിടെ വേണ്ടത്. they are both simultaneously ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്റ്റുഡൻസുമാണ്, കാരണം അവരും പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നതിലൂടെ അവർ പഠിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ദേ ആർ ടീച്ചേഴ്സ് ഓൾസോ, കാരണം പഠിക്കുന്നതിൽ കൂടെ അവർ പഠിപ്പിക്കുന്നുമുണ്ട്. ഓക്കെ, സോ ദർ ഷുഡ് ബി എ ടീച്ചർ സ്റ്റുഡൻറ്റ് റീകൺസീലിയേഷൻ. ടീച്ചർ സ്റ്റുഡൻറ്റ് ഒത്തുചേരൽ, കമ്മിങ് ടുഗെദർ ഓഫ് ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ് ആണ് വേണ്ടത്, അല്ലാതെ ടീച്ചർ സ്റ്റുഡൻറ്റ് കോൺട്രഡിക്ഷൻ അല്ല. ഓക്കെ, രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിൽ നിൽക്കേണ്ടവരല്ല. The solution is not found in the banking concept. Okay, this solution, അതായത് ഈ റീകൺസീലിയേഷൻ ഓഫ് ടീച്ചേഴ്സ് സ്റ്റുഡൻറ്റ്സ്, അത് ആ സൊല്യൂഷൻ ബാങ്കിങ് കോൺസെപ്റ്റിൽ അങ്ങനെയല്ല. ഓക്കെ, on the contrary, banking education maintains and even stimulates the contradiction through the following attitudes and practices which mirror oppressive society as a whole. ബാങ്കിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്
ഒരു എന്താ പറയുക, ഒരു ഒപ്രസീവ് സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷനാണ്. അതായത് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ദേ മേക്ക് ദ റൂൾസ് ആൻഡ് ദി അതർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫോളോ ദ റൂൾസ്. ഓക്കെ, അതിനെയാണ് നമ്മളൊരു ഒപ്രസീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ബിക്കോസ് ദ പവർഫുൾ പീപ്പിൾ മേക്ക് ദ റൂൾസ് ആൻഡ് ദ പവർലെസ് പീപ്പിൾ ഫോളോ ദ റൂൾസ്. ആ ഒരു കോൺസെപ്റ്റാണ്, ആ ഒരു കോൺട്രഡിക്ഷൻ, ഒരു സൊസൈറ്റിയിൽ ഉള്ള ആ ഒരു കാര്യമാണ് ബാങ്കിങ് കോൺസെപ്റ്റിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നത്. ബിക്കോസ് ദ ടീച്ചേഴ്സ് ആർ ദ പവർഫുൾ പീപ്പിൾ. ഓക്കെ, അവർ പറയുന്നത് പോലെ സ്റ്റുഡൻസ് കേൾക്കുക എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് എ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ്. അപ്പോൾ ബാങ്കിങ് കോൺസെപ്റ്റിലെ ചില ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് പ്രാക്ടീസസ്, ഓക്കെ, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് പ്രാക്ടീസസ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഒട്ടും ഡിസൈറബിൾ അല്ലാത്ത, ഓക്കെ, നമുക്കൊട്ടും ആവശ്യമില്ലാത്ത, ദിസ് ഇസ് നോട്ട് വാട്ട് ഇസ് നീഡഡ്. ഓക്കെ, ദീസ് തിങ്സ് ആർ the bad things, the bad attitudes and practices which are followed today. എന്തൊക്കെയാണ്? The teacher teaches and the students are taught. ടീച്ചർ പഠിപ്പിക്കുന്നു, സ്റ്റുഡൻസ് പഠിക്കുന്നു. That is not what we need. Teachers should learn and the students should teach as well. The teacher knows everything and the student knows nothing. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരു അനാവശ്യമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ബാങ്കിങ് കോൺസെപ്റ്റാണത്. The teacher thinks and the students are thought about. It is the teacher who does all the thinking. Okay, and the students are thought about. അതായത് സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, സ്റ്റുഡൻസിന് എന്താണ് നല്ലത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതും ടീച്ചർ തന്നെയാണ്. ഓക്കെ, ദ ടീച്ചർ ടോക്സ് ആൻഡ് ദ സ്റ്റുഡൻസ് ലിസൺ മീക്ലി. ടീച്ചർ സംസാരിക്കുന്നു, സ്റ്റുഡൻസ് കേൾക്കുന്നു. വെറുതെ കേൾക്കുകയല്ല, ദേ ആർ ജസ്റ്റ് മീക്ക് ലിസണേഴ്സ്. മീക്ക് ലിസണേഴ്സ് എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റ്, പാസീവ്, ക്വയറ്റ് ലിസണേഴ്സ്. ചോദ്യമൊന്നും ഉന്നയിക്കാതെ കേൾക്കുന്നതെല്ലാം അങ്ങ് വെറുതെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മീക്ക് ലിസണേഴ്സ്. ദ ടീച്ചർ ഡിസിപ്ലിൻസ് ആൻഡ് ദ സ്റ്റുഡൻസ് ആർ ഡിസിപ്ലിൻഡ്. ഓക്കെ, എങ്ങനെ നടക്കണം, എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് പറയുന്നു, സ്റ്റുഡൻസ് അത് അനുസരിക്കുന്നു. പിന്നെ ദ ടീച്ചർ ചൂസസ് ആൻഡ് എൻഫോഴ്സസ് ഹിസ് ചോയ്സ് ആൻഡ് ദ സ്റ്റുഡൻസ് കംപ്ലൈ. ടീച്ചറിൻ്റെ ഇഷ്ടങ്ങൾ ടീച്ചർ സ്റ്റുഡൻസിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. സ്റ്റുഡൻസ് ദേ കംപ്ലൈ, അതായത് അത് അനുസരിക്കുന്നു. The teacher acts and the students have the illusion of acting through the action of the teacher. Okay, it is the teacher who actually teaches, and the students are made to believe that they are learning things. Okay, അതായത് ഇപ്പോൾ ഒരു കാര്യം പഠിപ്പിച്ചു, അതിൽ നിന്നൊരു ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പേപ്പർ ഇട്ടു, ആ ടെസ്റ്റ് പേപ്പറിൽ നല്ല മാർക്ക് കിട്ടുമ്പോൾ students believe that okay, I am learning well. But എന്താ എക്സാമിന് നല്ല മാർക്ക് കിട്ടുന്നത് മാത്രമല്ല ടീച്ചിങ്. ഓക്കെ, ടീച്ചർ എങ്ങനെയാണ് നിങ്ങളുടെ നോളജ് അളക്കുന്നത് എന്നതനുസരിച്ചല്ല നിങ്ങൾക്ക് എത്ര നോളജ് ഉണ്ട് എന്ന് പറയാനുള്ളത്. The teachers chooses the program content and the students were not consulted adapt to it. സോ സിലബസ് എന്താണ്, കരിക്കുലം എന്താണ് വേണ്ടത് എന്നുള്ളത് ടീച്ചർ തീരുമാനിക്കും. ദ പ്രോഗ്രാം കോണ്ടൻറ്റ് സ്റ്റുഡൻസിനെ ആ ഒരു കാര്യത്തിൽ, ആ സിലബസ് ഡിസൈഡ് ചെയ്യുന്ന കാര്യത്തിൽ സ്റ്റുഡൻസിനെ കൺസൾട്ട് ചെയ്യുന്നതേയില്ല. ടീച്ചേഴ്സ് എന്ത് ഡിസൈഡ് ചെയ്യുന്നു ആ ഒരു സിലബസിലോട്ട് സ്റ്റുഡൻസ് ദേ അഡാപ്റ്റ്. The teacher confuses the authority of knowledge with his or her own professional authority, which he and she sets in opposition to the freedom of the students. So the teacher confuses the authority of knowledge with his or her own professional authority. അതായത് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഹൈറാർക്കി ഉണ്ട്. പ്രിൻസിപ്പൽ, പിന്നെ എക്സ്പീരിയൻസ് അനുസരിച്ച് പ്രൊഫസേഴ്സ്, അസോസിയേറ്റ് പ്രൊഫസേഴ്സ്, assistant professors and students. So the students are required to obey the teachers in
സർട്ടൻ കേസസ്, ചില കാര്യങ്ങൾ അങ്ങനെ ഒബേ ചെയ്യേണ്ടി വരുന്നുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് പ്രൊഫഷണലി ഒരു സ്റ്റുഡൻസിൻ്റെ മേലൊരു അതോറിറ്റി ടീച്ചേഴ്സിനുണ്ട്. ഓക്കെ, അതിൻ്റെ അർത്ഥം സ്റ്റുഡൻസിനേക്കാളും കൂടുതൽ നോളജ് ടീച്ചേഴ്സിനുണ്ട് എന്നുള്ളതല്ല. ഓക്കെ, പ്രൊഫഷണൽ അതോറിറ്റി എന്ന് പറയുന്നത് സ്ഥാനം കൊണ്ട് മുകളിലായിരിക്കും, പക്ഷേ ദാറ്റ് ഡസൻ മീൻ ദാറ്റ് the teachers are more knowledgeable than the students. The teacher is a subject of the learning process while the pupils are mere objects. തെറ്റായ ഒരു ധാരണയാണ്. ടീച്ചർ ഇസ് എ സബ്ജക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സോളർ സിസ്റ്റത്തിൻ്റെ നടുക്കുള്ള സണ്ണിന് ഉള്ള ഇമ്പോർട്ടൻസ് ആണ് ടീച്ചറിന് എന്ന ഒരു വിചാരം, അത് തെറ്റാണ്. പ്യൂപ്പിൾസ്, അതായത് സ്റ്റുഡൻസ് ആർ മിയർ ഒബ്ജക്ട്സ്, സ്ലേവ്സ്, ആ ഒരു വിചാരവും അത് തെറ്റാണ്. It is not surprising that the banking concept of education regards men as adaptable, manageable beings. Okay, അതായത് ഏത് രീതിക്കും സ്റ്റുഡൻസിനെ എന്താ പറയുക, നമ്മൾ പറയുന്ന കാര്യത്തിലോട്ട് അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു തലത്തിലോട്ട് സ്റ്റുഡൻസിനെ നമുക്ക് അഡാപ്റ്റ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് ഉള്ള ഒരു കോൺസെപ്റ്റ് is actually very much at the center of the banking concept of education. The more students work at storing the deposits entrusted to them, the less they develop the critical consciousness which would result from their intervention in the world as transformers of that world. So എത്രത്തോളം നന്നായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം ഒരു ഈ നോളജ് വെറുതെ സ്റ്റോർ ചെയ്യാനായിട്ട് പണിപ്പെടുന്നു സ്റ്റുഡൻസ്, അത്രയും വെറും സ്റ്റോറിങ് കൊണ്ട് എന്താണ് നടക്കുന്നത്? ദർ ഇസ് നോ ഒരു ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ് അവർക്ക് ഇല്ലാണ്ടാവുന്നു. ഒരു വിമർശനാത്മക ബുദ്ധി അവർക്ക് ഇല്ലാണ്ട് പോകുന്നു. അതായത് പറയുന്നത് എന്തോ അങ്ങ് വിശ്വസിച്ച് കേട്ട് അതിനെ ചോദ്യം ചെയ്യാതെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സോ അവർ കൂടുതൽ സ്റ്റോർ ചെയ്യുന്നതോളം അവർ എന്താണ് അവർക്ക് പറ്റുന്നത്? അവരുടെ ഈ ക്രിട്ടിക്കൽ എബിലിറ്റി നഷ്ടപ്പെടുന്നു. ഓക്കെ, ആൻഡ് ക്രിട്ടിക്കൽ എബിലിറ്റി എന്തിനാണ് ആവശ്യം? ബിക്കോസ് ഓൺലി വെൻ യു ആസ്ക് ക്വസ്റ്റ്യൻസ്, only when you inquire, that results in transforming the world. Okay, that results in transforming the world. Critical consciousness of the student community, സ്റ്റുഡൻസിൻ്റെ ഒരു വിമർശന ബുദ്ധി is very much necessary in transforming the world. അപ്പോൾ ഈ വെറും സ്റ്റോറിങ് നടക്കുന്നതിലോട് കൂടി എന്ത് പറ്റുന്നു? ഈ ക്രിട്ടിക്കൽ കോൺഷ്യസ്നസ് ഇല്ലാണ്ടാവുന്നു, നശിപ്പിക്കപ്പെടുന്നു. The more completely they accept the passive role imposed on them, the more they tend simply to adapt to the world as it is and to the fragmented view of reality deposited in them. So, the more completely they accept the passive role imposed on them, what they now do is just storing. It is a passive role. അതായത് കിട്ടുന്നത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് ഒരു ആക്ഷൻ ഇല്ല. ദർ ഇസ് നോ, ഇറ്റ് ഈസ് നോട്ട് എൻ ആക്റ്റീവ് റോൾ, ഇറ്റ് ഈസ് എ പാസീവ് റോൾ. കിട്ടുന്നത് എന്താണ് എന്ന് അനലൈസ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അതൊരു പാസീവ് റോൾ തന്നെയാണ്. സോ ദി സ്റ്റോറിങ് വിച്ച് ഈസ് ഹാപ്പനിങ്, ഇറ്റ് ആക്ച്വലി മേക്സ് ദം അഡാപ്റ്റ് ടു ദിസ് വേൾഡ്. കിട്ടുന്നത് അതായത് അതോറിറ്റി പറയുന്നതെല്ലാം സത്യമാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം അങ്ങ് വിശ്വസിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഒന്നിനെയും കുറിച്ചും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നില്ല. സൊസൈറ്റിയിൽ എന്ത് നടക്കുന്നതിനെക്കുറിച്ചും വിമർശിക്കുന്നില്ല. നടക്കുന്നത് പോലെ നടക്കട്ടെ എന്നുള്ള രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഈ ഒരു ഡെപ്പോസിറ്ററി റോൾ, ഓക്കെ, ഒരു പാസീവ് റോൾ, ഇറ്റ് ഗിവ്സ് എം എ ഫ്രാഗ്മെൻറ്റഡ് വ്യൂ ഓഫ് റിയാലിറ്റി എന്താണ്, ഓക്കെ, എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. ദേ ആർ
far away from realizing what is happening around them. They absolutely have no idea what is happening around them. അങ്ങനെയുള്ള ആൾക്കാരെ റൂൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. The capability of banking education to minimize or annul the students' creative power and to stimulate their credulity serves the interests of the oppressors who care neither to have the world revealed nor to see it transformed. So the capability of banking education to minimize or annul the students' creative power. അതായത് banking education, what banking education does is they cancel the students' creative power. Okay, they cancel the students' creative power and stimulate their credulity. എന്ന് പറയുമ്പോൾ കാണുന്നതെന്തും വിശ്വസിക്കുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു സിംപ്ലിസിറ്റി, അതിനെയാണ് നമ്മൾ ക്രെഡിലിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് സെർവ്സ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഒപ്രസേഴ്സ്. അടിച്ചമർത്ത് വരുന്നവർക്ക് അത് തന്നെയാണ് ആവശ്യം. നമ്മൾ പറയുന്നത് എന്താ, അവർ വിശ്വസിച്ചോളും, അധികം പ്രൊട്ടസ്റ്റ് ചെയ്യാതെ അവരെന്ത് വിചാരിച്ചോളും, വിശ്വസിച്ചോളും എന്ന് ഉള്ള ആ അവസ്ഥ ഒപ്രസേഴ്സിന് വളരെയധികം സന്തോഷം കൊടുക്കുന്നു. ബിക്കോസ് അവർക്ക് കൂടുതൽ പണിയെടുക്കണ്ട. ഇറ്റ് ഈസ് മേക്സ് ഇറ്റ് ഈസിയർ ഫോർ ദെം ടു റൂൾ ഓവർ ദി പീപ്പിൾ ഹൂ ബിലീവ് ദെം ബ്ലൈൻഡ്ലി. കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരെ എന്താ പറയുക, റൂൾ ചെയ്യാൻ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ദെം. സോ ദി ഒപ്രസേഴ്സ് ഡു നോട്ട് കെയർ ഫോർ they don't want the world to be transformed. They don't want the oppressed people to see the truth, or they don't want them to see the world. Okay, they just want obedience, that's all. The oppressors use their humanitarianism to preserve a profitable situation. ഒപ്രസേഴ്സ് യൂസ് ദർ ഹ്യൂമാനിറ്റേറിയനിസം. ഹ്യൂമാനിറ്റേറിയനിസം എന്ന വാക്ക് ഇവിടെ ഇൻവേർട്ടഡ് കോമേഴ്സിൽ ഇട്ടിട്ടുണ്ട്. ഹ്യൂമാനിറ്റേറിയനിസം എന്ന് ഒപ്രസേഴ്സ് പറയുന്ന കാര്യം. ഓക്കെ, ഒപ്രസേഴ്സ് അതിനെ ഹ്യൂമാനിറ്റേറിയനിസം എന്നാണ് പറയുന്നത്. അവരുടെ കണ്ണിൽ, ഓഥറിൻ്റെ കണ്ണിലല്ല. ഇത് എഴുതിയ ആൾക്ക് നന്നായിട്ടറിയാം അത് ഹ്യൂമാനിറ്റേറിയനിസം അല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് പുട്ട് ഇൻ എന്താ പറയുക, ഇൻ ഇൻവേർട്ടഡ് കോമേഴ്സ്. സോ ഒപ്രസേഴ്സ് always say that it is what they are doing is for the welfare of the people. Humanitarianism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if you do something for the welfare of humans, it is a humanitarian act. മനുഷ്യത്വപരമായ, മനുഷ്യന് വേണ്ടി, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന എന്തോ അതിനെ നമ്മൾ ഹ്യൂമാനിറ്റേറിയൻ എന്ന് വിളിക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂറോപ്യൻ പവേഴ്സ് വെൻ ദേ കോളനൈസ്ഡ് ദ കൺട്രീസ് ഓഫ് ഇൻ ആഫ്രിക്ക ആൻഡ് ഇന്ത്യ, അവരെന്താണ് പറഞ്ഞത്? വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഓഫ് ആഫ്രിക്ക ആൻഡ് ഇന്ത്യ. അവരുടെ വെൽഫെയറിന് വേണ്ടി. ഓക്കെ, ഇത് ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരാണത് ഹ്യൂമാനിറ്റേറിയൻ എന്ന് പറയുന്നത്. പക്ഷേ വി ഓൾ നോ വാട്ട് ഹാപ്പൻഡ്. പീപ്പിൾ ഓഫ് ആഫ്രിക്ക ആൻഡ് ഇന്ത്യ ആൻഡ് ദ കരീബിയൻ, they were taken as slaves. Many people were killed. And ഇതെല്ലാം ചെയ്തത് എന്തിനാണ്? And these European powers looted all these countries and took away their wealth. അപ്പോൾ ഈ ഹ്യൂമാനിറ്റേറിയൻ അല്ലെങ്കിൽ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒപ്രസേഴ്സിന് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ടു പ്രിസേർവ് എ പ്രോഫിറ്റബിൾ സിറ്റുവേഷൻ. ആ ഒരു അവർക്ക് ഗുണമുണ്ടാക്കുന്ന രീതിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം അവർ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഹ്യൂമാനിറ്റേറിയനിസം. ദേ സേ ദാറ്റ് ഇറ്റ് ഈസ് ഫോർ ദ വെൽഫെയർ ഓഫ് the other people,
but it is not. It is only for their own profit, അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രം. Thus, they react almost instinctively against any experiment in education which stimulates the critical faculties and is not content with a partial view of reality, but always seeks out the ties which link one point to another and one problem to another. So these oppressors, they react against any new experiments in education. അതായത് ഈ ഒരു ബാങ്കിങ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു എഡ്യൂക്കേഷൻ രീതിയിലോട്ട് മാറാൻ ശ്രമിക്കുമ്പോൾ, ഈ ഒപ്രസേഴ്സ് ദേ റിയാക്ട് എഗെയിൻസ്റ്റ് ഇറ്റ്. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിക്ക് ഈ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ critical faculty is the power of their power to think. ഓക്കെ, അപ്പോൾ വിമർശനാത്മക ബുദ്ധി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഫോം ഓഫ് എഡ്യൂക്കേഷനിലോട്ട് മാറാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ഒരു ഒപ്രസീവ് മൈൻഡുള്ള എഡ്യൂക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അതിനെതിരെ റിയാക്ട് ചെയ്യുന്നു. Okay, and it is when the critical faculty of the students develop, they will no longer be content with the partial view of reality. Okay, they want the world to be revealed. ഈ അവരുടെ ഒരു ക്രിട്ടിക്കൽ പവേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഓക്കെ, they want to know more. Okay, they would want to inquire. They will be curious to know more about the world. ഇതുവരെ കണ്ട ഒരു പാർഷ്യൽ റിയാലിറ്റി അല്ല. ദേ വോണ്ട് ടു സീക്ക് ഔട്ട് മോർ. ഒന്ന് വേറൊന്നിലായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഹൗ വൺ പ്രോബ്ലം ഇസ് റിലേറ്റഡ് ടു അനദർ എന്നുള്ളത് എല്ലാം ദേ വിൽ സീക്ക്, ദേ വിൽ സെർച്ച് ഫോർ ഓൾ ദീസ് തിങ്സ്. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ സൊസൈറ്റിയിൽ ഒരു കൂട്ടർ they formulate the rules and another group they follow the rules. അപ്പോൾ ആ ഒരു പ്രോബ്ലം തന്നെയാണ് എഡ്യൂക്കേഷൻ സെക്ടറിലും ഉള്ളത്. A group of people formulate certain things and the other group, the students, blindly follow the rules. Okay, so what is happening in society is what is happening in the education sector. സോ അത് അങ്ങനെ ദാറ്റ് ഈസ് ഹൗ ഒരു ക്രിട്ടിക്കൽ മൈൻഡ് ഡെവലപ്പ് ചെയ്ത ആൾക്കാർ ദേ കണക്ട് ദീസ് പ്രോബ്ലംസ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഹൗ ദേ develop their critical mind. Indeed, the interests of the oppressors lie in changing the consciousness of the oppressed. The interests of the oppressors lie in changing the consciousness of the oppressed, not the situation which oppresses them. Okay, it is given in double quotes, changing the consciousness of the oppressed and not the situation which oppresses them. So this is taken from Simone de Beauvoir. Simone de Beauvoir was a feminist thinker. So അവരുടെ ഒരു കോട്ട് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ വാട്ട് ദി ഒപ്രസേഴ്സ് വാണ്ട് ഇസ് ദ കോൺഷ്യസ്നെസ് ഓഫ് ദി ഒപ്രസ്ഡ് പീപ്പിൾ ടു ചേഞ്ച്. അതായത് എന്താണ് കോൺഷ്യസ്നെസ്? ഓക്കെ, കോൺഷ്യസ്നെസ് ഇസ് ഹൗ യു സീ യുവർ സെൽഫ് ആൻഡ് യുവർ പ്ലേസ് ഇൻ ദ വേൾഡ് ആൻഡ് ദ വേൾഡ് അറൗണ്ട് യു. നമ്മളുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ളവരെ എങ്ങനെ കാണുന്നു, നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെയാണ് ഒരാളുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഒരു അവെയർനെസ്. സോ the oppressors, what the oppressors want is to change the consciousness of the oppressed people. അതായത് അവരുടെ ചിന്ത തന്നെ
നമുക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ അവരെ ഭരിക്കാൻ, അവരെ ഡോമിനേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമുക്ക് നമ്മളുടെ ഒരു അധികാരം അവരെ അടിച്ചേൽപ്പിക്കാൻ, അവരുടെ കോൺഷ്യസ്നെസ് മാറ്റുന്നതിലൂടി നമുക്കത് എളുപ്പമായി മാറുന്നു. അല്ലാതെ that is what the oppressors always want. They do not want the situation of the oppressed people to change. They want the consciousness to change. അതായത് ഈ ഭരിക്കുന്നവർ ചെയ്യുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു തോന്നലുണ്ടാക്കിയാൽ പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമായി. So for the more the oppressed can be led to adapt to that situation, the more easily they can be dominated. ഇപ്പോൾ ഉള്ള ഒരു കറണ്ട് സിറ്റുവേഷനിൽ എത്രത്തോളം എന്താ പറയുക, ഒപ്രസ്ഡ് പീപ്പിൾ അഡാപ്റ്റ് ചെയ്യുന്നു, അത്രയും എളുപ്പത്തിൽ അവരെ നമുക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും. ഡോമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റും. Okay, so to achieve this end, the oppressors use the banking concept of education in conjunction with a paternalistic social action apparatus within which the oppressed receive the euphemistic title of welfare recipients. So what do the oppressors do? The banking system of education, they within the education sector, they design something called welfare recipients. Welfare recipients is also put in inverted commas. അതൊരു യൂഫമിസ്റ്റിക് ടൈറ്റിലാണ്. യൂഫമിസ്റ്റിക് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഒഫെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളെ അതല്ലാതെ വേറെ വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നതിനാണ് നമ്മൾ യൂഫമിസം എന്ന് പറയുന്നത്. അതായത് ഇപ്പം we never say my grandfather is dead. Dead എന്ന് ഉപയോഗിക്കുമ്പോൾ അതിനൊരു ഹാർഷ്നെസ് ഉണ്ട്. Okay, it is very shocking to hear the word dead. Okay, so instead we say my grandfather passed away. Okay, അതിനാണ് യൂഫമിസം എന്ന് പറയുന്നത്. ഇവിടെ വെൽഫെയർ റെസിപ്പിയൻസ് എന്നുള്ള വാക്കാണ് യൂഫമിസം. കാരണം അവർ നമ്മൾ നേരത്തെ ഹ്യൂമാനിറ്റേറിയനിസം പറഞ്ഞതുപോലെ ഇവിടെ വെൽഫെയർ റെസിപ്പിയൻസ് എന്നുള്ളതും ഇൻവേർട്ടഡ് കോമേഴ്സിലിട്ടേക്കാണ്. ഒപ്രസേഴ്സ് അവരെ വിളിക്കുന്നത് വെൽഫെയർ റെസിപ്പിയൻസ് എന്നാണ്. അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് വെൽഫെയർ കിട്ടുന്നവർ, ദോസ് ഹു റിസീവ് വെൽഫെയർ. ഓക്കെ, ദാറ്റ് ഈസ് ദ നെയിം വിച്ച് ഇസ് ഗിവൻ ടു ദി ഒപ്രസ്ഡ് പീപ്പിൾ. A paternalistic social action. This concept of education is part of paternalistic social action. Paternalistic എന്ന് പറയുമ്പോൾ ഒരു authoritarism. Okay, paternalistic is a word which is related to pater. Pater is father. Patriarchy എന്ന് നമ്മൾ പറയുന്നത് പോലെ paternalistic is also related to the word father. കാരണം എന്താ? In most of the households it is the father who decides and the others who follow. Okay, അപ്പോൾ പെറ്റേണലിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ പെറ്റേണലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് അവരുടെ ഒരു അതോറിറ്റേറിയൻ, നിങ്ങൾക്കിതാണ് നല്ലത്, ഓക്കെ, നിങ്ങൾക്കിതാണ് വേണ്ടത് എന്ന രീതിക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ജനതയെ അപ്രോച്ച് ചെയ്യുന്നതിനെ നമുക്ക് പെറ്റേണലിസ്റ്റിക് എന്ന് വിളിക്കാം. ഓക്കെ, സോ ദി ഒപ്രസേഴ്സ്, അടിച്ചമർത്താൻ വരുന്നവർ, അവർ ഇതുപോലുള്ള എന്താ പറയുക സോഷ്യൽ ആക്ഷൻ, ദേ കം ഔട്ട് വിത്ത് ഓൾ ദീസ് സോഷ്യൽ പ്രോഗ്രാംസ്. എന്തിനാണ്? ദേ കം ഔട്ട് വിത്ത് ഓൾ ദീസ് തിങ്സ് ആൻഡ് മേക്ക് us ബിലീവ് ദാറ്റ് ദേ ആർ ഡൂയിങ് us എ ഫേവർ. നമുക്കെന്തോ ഒരു ഉപകാരം അവർ ചെയ്യുന്നു എന്നുള്ള രീതിക്ക് ഇങ്ങനെയുള്ള സോഷ്യൽ പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നു. ആൻഡ് ദേ മേക്ക് us ഫീൽ ദാറ്റ് ദേ ആർ ഡൂയിങ് ഗുഡ് ഫോർ us. നമ്മൾ ഡിസർവ് ചെയ്യുന്നില്ലെങ്കിലും
നമുക്ക് വേണ്ടിയിട്ട് എന്തോ നല്ല കാര്യം അവർ ചെയ്യുന്നു. ദേ ആർ ഡൂയിങ് സംതിങ് ഫോർ ദ വെൽഫെയർ ഓഫ് അസ്. ഓക്കെ, അതിന് ഒപ്രസേഴ്സ് ഉപയോഗിക്കുന്ന വാക്കാണ് വെൽഫെയർ റെസിപ്പിയൻസ്. The oppressed people are treated as individual cases, as marginal persons who deviate from the general configuration of a good, organized and just society. ഈ ഒരു oppressed people, okay, they are treated as marginal persons, അതായത് ഒരു മൈനോറിറ്റി ആയിട്ട്, മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരല്ല. ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം അസ്. അവർ എന്താ പറയുക, നമ്മളുടെ ഒരു ലൈൻ ഓഫ് തോട്ടിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ അത് തെറ്റാണ്. നമ്മളുടെ തോട്ടാണ്, മെയിൻ സ്ട്രീം തോട്ടാണ് എപ്പോഴും ശരി. അപ്പോൾ അതിലോട്ട് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഒപ്രസേഴ്സിന് ഉള്ളത്. ഓക്കെ, ദേ ഹാവ് ടു ബി ദീസ് മാർജിനൽ പേഴ്സൺസ്. ഇത് ഈ അരികിൽ നിൽക്കുന്നവർ, മെയിൻ സ്ട്രീമിലല്ല, ഇവർ അരികിൽ നിൽക്കുന്നവരാണ്. അവർ വഴി തെറ്റിപ്പോയവരാണ്, ഡീവിയേറ്റ് ചെയ്തു പോയവരാണ്. ദേ ഹാവ് ടു ബി ബ്രോട്ട് ഇൻസൈഡ് into the mainstream, okay, which is good, organized and just. okay, നമ്മളുടെ രീതിയിലോട്ട് അവരെ കൊണ്ടുവരിക. കാരണം എന്താ, നമ്മളുടെ രീതി നല്ലതാണ്, ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് വെരി ഓർഗനൈസ്ഡ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ജസ്റ്റ് ഇൻ ദ സെൻസ് ജസ്റ്റിസ്, ന്യായമുള്ളത്. സോ നമ്മളുടെ സൊസൈറ്റി, ദി ഒപ്രസേഴ്സ് സൊസൈറ്റി ഈസ് ബെറ്റർ, ആൻഡ് ഈ മാർജിനൽ പീപ്പിൾ, their attitude is bad. That is the idea professed by the people in power. The oppressed are regarded as the pathology of the healthy society. Pathology of the healthy society. Pathology means study of disease. അപ്പോൾ ഇവിടെ സ്റ്റഡി ഓഫ് ഡിസീസ് അല്ല, ഇവിടെ ഡിസീസ് എന്ന് തന്നെ പറയാം. The oppressed are regarded as a disease of the healthy society. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറി ചിന്തിക്കുന്നവർക്ക് എന്തോ കുഴപ്പമുണ്ട്. ദേ ആർ അബ്നോർമൽ, they have some sort of illness, they have some sort of disease എന്നുള്ള രീതിക്കാണ് എപ്പോഴും കൺസിഡർ ചെയ്യപ്പെടുന്നത്. okay, so the oppressed people are regarded as a disease of the healthy society, which must therefore adjust these competent and lazy folk to its own patterns by changing their mentality. So it is the duty of the oppressors, the healthy society, to adjust these people, ഈ മാറി ചിന്തിച്ചവർ, ദീസ് ലേസി പീപ്പിൾ, ഇൻകോമ്പിറ്റൻറ്റ്, അതായത് ഒന്നിനും കൊള്ളാത്ത ഈ പറയുന്ന ആൾക്കാർ. ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് ഒപ്രസേഴ്സാണ്, അത് മനസ്സിൽ വെച്ച് വേണം ഇതൊക്കെ വായിക്കാൻ. ഇറ്റ് ഈസ് ഗിവൺ ഇൻ കോട്ട്സ്. ദീസ് ഇൻകോമ്പിറ്റൻറ്റ് ആൻഡ് ലേസി പീപ്പിൾ ഷുഡ് ബി ചേഞ്ച്ഡ്. അവരുടെ പാറ്റേൺ ഓഫ് തോട്ട് മാറ്റണം, അവരുടെ മെൻറ്റാലിറ്റി മാറ്റി നമ്മളുടെ മെജോറിറ്റി എങ്ങനെയാണോ ചിന്തിക്കുന്നത് ആ രീതിയിലേക്ക് കൊണ്ടുവരണം. ദിസ് ഈസ് വാട്ട് the oppressors think. These marginals need to be integrated, incorporated into the healthy society that they have forsaken. These marginals, ഈ ഡീവിയേറ്റ് ചെയ്ത് മാറി ചിന്തിച്ചവർ, they have to be integrated, നമ്മളുടെ മെജോറിറ്റി സൊസൈറ്റിയിലോട്ട് അവരെ ചേർക്കണം. they have to be integrated, incorporated. All these words are in quotes because this is not the idea of the author. ഒരു ഒപ്രസീവ് സൊസൈറ്റി എങ്ങനെയാണോ ചിന്തിക്കുക അല്ലെങ്കിൽ അവർ ഏതൊക്കെ വാക്കുകളായിരിക്കുമോ ഉപയോഗിക്കുക, ആ വാക്കുകളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത് കോട്ട്സിൽ. സോ ആൻ ഒപ്രസീവ് സൊസൈറ്റി തിങ്സ് ദാറ്റ് ദീസ് മാർജിനൽ പീപ്പിൾ, ഈ ഒരു മൈനോറിറ്റി, വ്യത്യസ്തമായിട്ട് ചിന്തിച്ച ഈ ഒരു മൈനോറിറ്റി, അവരെ
ഈ മോശമായ ചിന്തകൾ അതിൽ നിന്ന് മാറ്റി മെയിൻ സ്ട്രീം സൊസൈറ്റിയിലോട്ട് ചേർക്കുന്ന രീതിക്ക് അവരുടെ മെൻറ്റാലിറ്റി മാറ്റിയെടുത്തിട്ട് ദേ ഹാവ് ടു ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു അവർ ഹെൽത്തി സൊസൈറ്റി വിച്ച് ദേ ഹാവ് ഫോർസേക്കൺ. അവർ വേണ്ടാന്ന് വെച്ച നമ്മളുടെ ഹെൽത്തി സൊസൈറ്റിയിലേക്ക് തിരിച്ച് കൊണ്ടുവരിക. ഫോർസേക്കൺ എന്ന് പറയുന്നത് വെച്ചാൽ വിട്ടിട്ട് പോവുക, അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് പോവുക. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഫോർസേക്കൺ. സോ അവർ വേണ്ടാന്ന് വെച്ച ആ ഹെൽത്തി സൊസൈറ്റിയിലോട്ട് അവരെ തിരിച്ച് കൊണ്ടുവരണം. ദിസ് ഈസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഒപ്രസർ. Okay, this is how the oppressor sees the oppressed people, or this is what the oppressor does to the oppressed society. Okay, we will learn the rest in the next video.